ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലാണ്. ഇതാ കുഞ്ചു ഒരു ബൈക്ക് ടാക്സി എടുത്തിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ ബൈ. ഞാൻ അടുത്ത എൻ്റെ ബൈക്ക് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇങ്ങോട്ട് കാറൊന്നുമില്ല, പിന്നെ ഓട്ടോറിക്ഷയില്ല, ബൈക്ക് ടാക്സി മാത്രമാണ് ഉള്ളത്. കാറുണ്ട്, പക്ഷെ വരാനും ടൈം എടുക്കും, നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് ടാക്സി സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. ഒരു ഹള്ളിയാണ്, അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് വേണം പോയിട്ട് താമസിക്കാൻ. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്, വെറുതെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവൾ ഫസ്റ്റ് ടൈമാണ് കൊൽക്കത്തയിൽ, അപ്പോൾ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി നല്ല സെറ്റായിട്ട് എണീച്ച് നാളെ രാവിലെ നേരത്തെ പോകണം. എനിക്ക് കാനഡ വിസേൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മെട്രോ സ്റ്റേഷനിലേക്കാണ് ബൈക്ക് ടാക്സി എടുത്തിട്ടുള്ളത്. മെട്രോയിൽ എത്തിയിട്ട് അവിടുന്ന് വേറെ എങ്ങോട്ടേലൊക്കെ പോകണം. നമ്മളിതാ മെട്രോയിൽ കയറി ഇതിൻ്റെ അടുത്ത മെട്രോയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ദുർഗാപൂജ നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് റഷാണ് അല്ലേ. എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ഇങ്ങനെയാണുള്ളത്. എന്താ പൊട്ടിയല്ല പൊട്ടെല്ലാം ഇട്ടിട്ടില്ലേ. ഇത് എത്ര ദിവസമായി ദുർഗാപൂജ? ആ അതെ, എനിക്ക് ഞാൻ കൊൽക്കത്തയിൽ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു. ആള് ചൈനയിലപ്പുള്ളു. ആള് ചോദിച്ചു ദുർഗാപൂജ കാണാൻ വന്നെയാണോ എന്ന്. ഓ എന്താ തിരക്കെന്നറിയോ, മെട്രോ സ്റ്റേഷനിലൊക്കെ എക്സിറ്റ് ചെയ്യാൻ എൻട്രി ചെയ്യാനൊക്കെ ക്യൂ ആ, വലിയ ക്യൂ ആ. അടിയാണ് അവിടെ, അടിയില്ലാക്കുന്നൊക്കെ. എന്താ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇത്രല്ല അടിയെല്ലാം നടക്കുന്നടാ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടിയാ. കൊൽക്കത്തയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനത്തെ ബസ്സും ഈ യെല്ലോ കളർ അംബാസഡർ എല്ലാം. നമ്മൾ കുറെ നേരമായിട്ട് എന്താ പറയാ പ്ലാനറ്റോറിയം എല്ലാം പോയി അല്ലേ. അതിന് ശേഷം ഇപ്പതാ ഒരു ഷോപ്പിംഗ് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വന്ന. അപ്പം ഞാൻ എന്താ എൻ്റെ പുതിയൊരു കമ്മലെല്ലാം മേടിക്കാം. ജസ്റ്റ് 30 രൂപ ഉള്ളൂ കേട്ടോ. നോക്ക്, ഇവിടെ കമ്മലെല്ലാം ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വാങ്ങാൻ നോക്ക് 50 രൂപ 100 രൂപയൊക്കെ ഉള്ളൂ അല്ലേ. ഭയങ്കര ചീപ്പായിട്ടൊക്കെ കിട്ടുന്നുണ്ടോ. ഞാനിതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമേ ഞാനിത് മേടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാനങ്ങനെ ഇങ്ങനത്തെ കമ്മലൊന്നും അങ്ങനെ മേടിക്കാറില്ല. നമ്മളെന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മെട്രോ തിരക്ക് കാരണം നമ്മളൊരു സ്റ്റേഷനെല്ലാം വിട്ടുപോയി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ചൊക്കെ വന്നു. കാരണം അത്ര തിരക്ക്, നമുക്ക് ഇറങ്ങാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു ലസ്സി ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ്ടോ ലസ്സിന്റെ ഫുൾ കവർ ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് കേട്ടോ. ഒരെണ്ണത്തിന് 30 രൂപയാണ് വരുന്നത്. ലസ്സി എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. മധുരം കുറവാണല്ലോ, മധുരം ഇട്ടിട്ടില്ല. മധുരം കുറവാ, പക്ഷെ നല്ല റിഫ്രഷിങ്, നല്ലൊരു ടേസ്റ്റി ഫീൽ ഉണ്ട്. മധുരം കുറവല്ലേ? മധുരം നല്ല കുറവാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമ്മളൊരു ചിക്കൻ കട്ട്ലറ്റ് 70 അത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും നല്ല റേറ്റ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രോൺസ് ഒക്കെ ഉണ്ട് 150 110 ഒക്കെ എന്തൊക്കെയോ ഐറ്റംസുകളാണ് കാണുന്നത്. നമ്മൾ ഒരെണ്ണം ചിക്കൻ കട്ട്ലറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കട്ട്ലറ്റ് മേടിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, ഒരു പെർസെന്റേജ് പോലും നിനക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എത്ര കഴിക്കുന്നേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇവിടുത്തെ കട്ട്ലറ്റ് ഭയങ്കര ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നേ ഇല്ല. നമ്മളിവിടെ ഒരു കാത്തി കബാബ് റോളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ രശ്മി കബാബും ടിക്ക കബാബും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വെള്ളവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാത്തി റോള് വന്നിട്ടുണ്ട് കേട്ടോ. കബാബ് കാത്തി റോളാണ്. ചൂടാ? ചൂടാണോ? ടേസ്റ്റ് ഉണ്ടോ? ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്പൈസി സ്പൈസി അല്ല. ഇവിടെ ഇങ്ങനത്തെ കുറെ അടിപൊളിയായിട്ടുള്ള പാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 200 തരാന്ന് പറഞ്ഞല്ലേ. 300 പറഞ്ഞത്, 200 ആക്കിയതാ. 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ്, അവള് ഇതുപോലത്തെ റെഡ് സെയിം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പച്ച എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കളർഫുൾ ആയിട്ടുള്ളതാ. ഇവിടെ 2 പാന്റ് കൂടെ മേടിച്ചിട്ട് കേട്ടോ. 800 രൂപയ്ക്കിനപ്പം മേടിച്ച്. ഇതൊക്കെ എത്ര ദിവസം നിൽക്കോ എന്തോ. ഇതുണ്ടല്ലോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ, KFC എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. അവള് KFC കഴിക്കുന്നില്ല കേട്ടോ. അവള് KFC കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. കുഞ്ചു, നീ എന്താ KFC കഴിക്കാത്ത? കുഞ്ചു ഇസ്രായേൽ പ്രൊഡക്റ്റ് ആയോണ്ടാ? ഗുഡ് മോർണിംഗ്. ഇന്നലെ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഫോൺ ഓഫായി പോയി. ചാർജ് ഉണ്ടായിരുന്നില്ല, പവർ ബാങ്ക് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
സോ ഞാൻ ഇവിടെ നിന്ന് നേരെ കാനഡ വിസേൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു ഊബർ എന്തെങ്കിലും വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാനിതാ കുഞ്ചുവിൻ്റെ അടുത്തെല്ലാം ബായ് പറയാൻ വേണ്ടി പോവുകയാണ്. സോ കുഞ്ചു നാട്ടിലേക്ക് പോവാണ്. ഞാനപ്പോൾ കാനഡ വിസേൻ്റെ അത് കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ചു കാണാം, വീണ്ടും കാണാം. എന്തായാലും വീണ്ടും ഒരുമിച്ച് യാത്രകൾ ചെയ്യാം. എന്താ പറയുക, ഞാൻ ഇപ്പം എന്തായാലും നാട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പം അങ്ങോട്ട് വരാം, വീട്ടിലേക്ക് വരാം. അപ്പം അങ്ങനെ കാണാം. ഓക്കെ ഓക്കെ ബൈ. ഞാനിവിടെ എൻ്റെ ബാഗ് ഉണ്ടല്ലോ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്ത്. കാരണം ഉള്ളിലേക്ക് അലോ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു ടെമ്പിളിൻ്റെ ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. വേറെ എവിടെ സ്ഥലമില്ല വെക്കാനായിട്ട്. വേറെ ആരെങ്കിലും കൂടണ്ടേ അവരുടെ കയ്യിൽ കൊടുക്കാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ വെക്കാനും പറ്റില്ല. സോ ഞാൻ എന്തായാലും ഇപ്പോൾ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. എല്ലാം റെഡിയാക്കിയിട്ടാണ് ഉള്ളത്. അവരവിടെ വെക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫോമൊക്കെ ആയിട്ട് ഞാൻ നേരെ ചെല്ലാണ്. എൻ്റെ കാനഡ വിസ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ദിവസം എടുക്കും അറിയില്ല. ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കിട്ടും, ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച 3 മാസം വരെ പോവാട്ടോ. അത്രയും സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ടൈം എടുക്കും എന്നറിയില്ല. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചു കൊൽക്കത്തയിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിലെ VFS സെൻ്ററുള്ള ചെന്നൈയിലോ ബാംഗ്ലൂരോ ഡൽഹിയിലോ മുംബൈയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര പാട്ട് സൗണ്ടൊക്കെയാണ് കേട്ടോ പുറത്തുള്ളത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 3 ആഴ്ചയെല്ലാം എടുക്കും. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു ദീദിൻ്റെ കടയിൽ നിന്ന് ഒരു എഗ് നൂഡിൽസ് പറഞ്ഞേക്കുവാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 10:15 ഇവിടുന്ന് ഇനി എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിത് ഇവിടെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ട്രെയിൻ കയറി വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എന്താണ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. എന്താണ് ബറീലി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ ഈ ഒരു പുള്ളിക്കാരൻ വഴിയാണ് ടിക്കറ്റ് എടുത്തുള്ള AC കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2300 രൂപയെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ 12:50 ആയിട്ടുണ്ട്. സമയം 1 മണിക്കാണ് ട്രെയിന്. ആള് പറഞ്ഞ് 2 സ്റ്റേഷനിൽ ജനറൽ വഴി പോയിട്ട് അത് കഴിഞ്ഞിട്ട് AC സ്ലീപ്പർ കൺഫേം ആവുന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം, കണ്ടറിയാം. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയോട്ടെ, ആളിങ്ങനെ ടിക്കറ്റ് കാണിച്ചു ടിക്കറ്റ് തന്നിട്ടില്ല. 10 മിനിറ്റേ ലാസ്റ്റ് ഉള്ളൂ. ഇതെല്ലാം വീഡിയോ എടുത്ത് വെക്കുന്ന ആളെന്തെങ്കിലും കാണിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു വെക്കുന്നത്. मधुपुर दे दिया ये टिकट, पकड़िए. ये देखिए, मधुपुर टू 4 बजे शाम को, बरेली आएगा 11 बजे कल मॉर्निंग में. ठीक है. कुंभ एक्सप्रेस. ये हुआ PNR. मैं उधर देखेंगे TTR का. ठीक है, देख लीजिएगा. दीजिए हमको सर्विस चार्ज दीजिए. क्या सर्विस चार्ज? 2200 मिला हो. वीडियो कहाँ बना रहा है? मैं यूट्यूबर है. देखो मेरा वीडियो. तो मेरा कहाँ बना रहा? वो टिकट अच्छा है ना? क्या हुआ? इनको हावड़ा से बोर्डिंग बंद हो गया था, बुकिंग. मधुपुर से बरेली बना दिया है और यहाँ से मधुपुर जनरल टिकट दे दिया. टीटी आएंगे तो भी बात कर लीजिएगा. ठीक है. नहीं, वो इसको वो अच्छा वाला है ना. बिकॉज I already gave 2200 because this is just 1400. B2 AC course. Okay. Your ticket confirm. Okay. मधुपुर टू बरेली. Okay. ठीक है. Just a minute. Okay. मैं ऑलरेडी इतना आ गया ना. ठीक है. ये जो मिला है इसका लिए जो पैसा दीजिएगा एक्स्ट्रा, वो लिखा हुआ नहीं रहेगा. क्या? ये टिकट भी बन सकता है, तो बाहर बैठ जाएंगे या सीट होगा तो देंगे, नहीं तो बाहर बैठा देंगे. समझे? आप एक काम कीजिए ना, आप चल रहे हैं ना, तो सामने टिकट दीजिए. इसी कोच में है सामने उस रेट पे. हमको 200 दे दीजिए. नहीं ऑलरेडी दे दिया ना 2200. कहाँ से मिला रे बाबा? वो नहीं देखा. ये कंफर्म मिलेगा अभी. ഞാനിതാ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മദാപ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനെത്തി. എനിക്ക് കൺഫേം തന്നെയാണ്. അതിന് ശേഷം ടിക്കറ്റ് കുറേ നഷ്ടമായി, കുറേ പൈസ കൊടുത്തു. ഏകദേശം 3000 അടുത്ത് കൊടുത്തു. പിന്നെ ഞാനിതാ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കേട്ടോ. സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. ഫുൾ കളറും മസാലയൊക്കെ ആയിട്ടുള്ള എന്തോ സാധനം. ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ഫ്രൈഡ് ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
നിങ്ങള് ഫ്രൈഡ് ആയിട്ടുള്ളൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും കഴിച്ചോട്ടെ, എങ്ങനെ ഉണ്ട് എന്നറിയില്ല. ബിരിയാണി ആയിട്ടേ കൂട്ടാൻ പറ്റില്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. വിശക്കുന്നുണ്ട്, വേറെ ഓപ്ഷൻ ഇല്ല. ഇന്നലെ ട്രെയിനിൽ കിടന്നുറങ്ങി, AC ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ രാവിലെ അല്ല, ഉച്ചയായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. ഞാൻ മൊറാദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. എന്താ കണ്ടോ, മൊറാദാബാദ് ജംഗ്ഷൻ കണ്ടില്ലേ, ഇവിടെയാണ് വന്നിട്ടുള്ള. ഈ ട്രെയിനിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതാ ഇവിടുന്ന് ഇനി ഡൽഹിയിലേക്കാണ് പോകേണ്ടത് എനിക്ക്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാൻ ഞാൻ ട്രെയിനാണോ ബസ്സാണോ നോക്കണം. ട്രെയിൻ ഉണ്ട്, പക്ഷേ ട്രെയിൻ എപ്പോഴാണ് ഉണ്ടാവുക അറിയില്ല. ഞാൻ എന്തായാലും ഇവിടെ നോക്കി നോക്കണം. ഇവിടെ നോക്കിയിട്ട് വേണം എന്താ പറയുക കണ്ടുപിടിക്കാൻ. സമയം ഉച്ചയായിട്ടുണ്ട്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഞാൻ ആദ്യം കഴിക്കാൻ വേണ്ടി നോക്കട്ടെ എന്താ ഉള്ളതെന്നുള്ളത്. ഇവിടെ ഫുള്ള് വെജ് ആയിരിക്കും അല്ലേ, നോൺ വെജ് ഒന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. UP അല്ലേ, ഉണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ടാവൂല. അങ്ങനെ വലിയ സ്റ്റേഷനാണ് കേട്ടോ ഈ മൊറാദാബാദ് ജംഗ്ഷന്. ഞാൻ ഈ ട്രെയിൻ സ്റ്റേഷനിൽ ഇവിടെ വന്നിട്ടുള്ള ആദ്യമായിട്ട്. പുറത്തെല്ലാം ഫുഡ് കുറെ കാണുന്നുണ്ട്, കഴിച്ചോട്ടെ. ഓട്ടോ നെയ് ചായേ. അപ്പോ ഭയങ്കര സൗണ്ടാട്ടോ. എന്താണ് നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഭയങ്കര സൗണ്ട് ഇതെല്ലാം കാണും. ഇവിടുന്ന് എനിക്ക് ഡൽഹിക്ക് കിട്ടും ഡയറക്റ്റ് ബസ്, ഒരു 4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ അടുത്ത് ബായ് പറയാൻ വേണ്ടി പോവാണ്. ഞാൻ ടർക്കിയിലേക്ക് പോവാണ്. ടർക്കി വിസ എടുത്തിട്ടുണ്ട്, ഇന്നലെ അപ്ലൈ ചെയ്തു. ഒരു 3 മണിക്കൂറിൽ എനിക്ക് വിസ കിട്ടി. എനിക്ക് ഷെങ്കന് US ഉള്ളത് കൊണ്ട് എനിക്ക് ഇലക്ട്രോണിക് വിസയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, നാളെ ഞാൻ അവിടെ എത്തും. ബാക്കി ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഭയങ്കര സൗണ്ട്. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോട്ടെ. വെജ് ആണോ അത്? खाना उधर मिलेगा? खाना वेज नहीं, नॉन वेज। ये ठीक है, ठीक है, ये चलेगा. ഇവിടെ നല്ല ഫുഡ് കഴിച്ച് എന്താവും. ഇത് ഡൽഹിയിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. ഞാൻ ഡൽഹിയിലേക്കാണ് പോകുന്നത്, പക്ഷെ ഇവിടുന്ന് 4 മണിക്കൂർ എടുക്കും ഡൽഹി എത്താനായിട്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഇവിടെ ഇതുണ്ടാവും, എന്താ പറയുക, ബസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ റോഡെല്ലാം ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ പണിയാ. ഇതെന്താ ഫുള്ളി AC എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ഫുള്ളി AC ആണോ? ഇത് വെജാണോ നോൺ വെജ് ആണോ? भैया वेज है क्या? ओनली वेज। नॉन वेज किधर मिलेगा? उधर, इधर नहीं है, इधर पूरा उधर नहीं है, उधर नहीं है ना? नॉन वेज उधर, हाँ तो बोला उधर. താങ്ക് യു. കണ്ട ഇവിടെ കിട്ടും, എന്നിട്ട് പറയാം അവിടെ കിട്ടുള്ളൂന്ന്. കണ്ട ഇവരിങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ തല തിരിച്ചു വിടും. ഇതായിരിക്കും ഇത് നോൺ വെജ് അല്ലേ? भैया नॉन वेज है क्या इधर? नॉन वेज जो है आपको गुलशन करीब मिलेगा, यहाँ बड़े वाला होता है, इधर नहीं है. इधर छोटा वाला मुर्गा नहीं होता है. छोटा वाला मतलब चिकन मटन यहाँ नहीं होता है. क्या वो मिलेगा इधर? क्या है यहाँ पर? भैंस का होता है बड़े का. इतना क्या है? कोरमा कीमा. कुरमा कीमा क्या वाला? वेज वाला? भैंस वाला है. मटन बकरा को कहते हैं. क्या है? देख सकता है क्या क्या कुरमा है? क्या कुरमा है? बड़ेगा होता भैंस का. हाँ भैंस का वेज क्या है? देखिए എന്തോ ये कीमा है. कीमा है. देख सकता है कीमा. ഇതൊക്കെ എന്തെന്തോ. തൽക്കാലം ഞാൻ नॉन वेज नहीं है इधर. पर ये क्या है? भैंस का है. कितना है? हाँ बफेलो में कर देगा ये. 60 रुपए प्लेट. ठीक है. കണ്ട അത് ബഫല്ലോ ആണ്. എന്നിട്ട് അവർ പറയാ അത് നോൺ വെജ് കിട്ടൂല, മട്ടണും ചിക്കനും കിട്ടൂല, ബീഫ് കിട്ടുന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഞാൻ ബീഫ് കഴിക്കുന്ന അവർക്ക് അറിയൂലല്ലോ. ഞാൻ വിചാരിച്ചു ബീഫ് പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ബീഫ് കിട്ടൂല,
അങ്ങനെ അടിപൊളി. ठीक है एक रोटी रोटी दो. आप बोला नहीं मिलेगा. नॉन वेज है ना. मैं खाता है. मैं केरला का है. हाँ सब कुछ खाता है. केरला का आदमी हम ബഫലോ ബൗത്ത് കാത്തായ ഉദർ. ആള് പേടിച്ചിട്ട് അപ്പൊ പറയാതിരുന്നു കേട്ടോ. ടീക്കേ നോക്ക് കണ്ടോ, ഹിന്ദു ആണെന്ന് വിചാരിച്ചിട്ട് ഹിന്ദു ആണെങ്കിൽ കഴിക്കൂല, അങ്ങനെ വിചാരിച്ചിട്ടാണ് മട്ടണും ചിക്കനും കഴിക്കണേ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. ഇവിടെ കിട്ടൂലെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായത് ബീഫ് കഴിക്കൂലെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാരും എന്തെല്ലാം കഴിക്കുന്നത്. ഞാനിപ്പോ ഒരു ട്രെയിനിലാണ് കേറിയിട്ടുള്ളത്. കാരണം ഒരു ലേറ്റ് ആയിട്ട് വരുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കേറിയിട്ടുള്ള ട്രെയിനിന്റെ റൈറ്റ് ടൈം ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു. ഇന്ന് പിറ്റേ ദിവസം ഉച്ചക്ക് ഇപ്പൊ സമയം എത്രയെന്നറിയോ? സമയം 2:15. 2:15 ഇത് വന്നിട്ടുള്ളത്. അപ്പോ ചില AC ഫുൾ AC ആണ്. AC മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില AC കോച്ചിലൊന്നും ഒരു മനുഷ്യനില്ലാണ്ട് എല്ലാ AC ഓഫ് ചെയ്തേക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അവിടെ 1-2 പേരെ ഞാൻ കണ്ടു. അത്രയും പേരുള്ളൂ കേട്ടോ. ഇനി ഇത് വീണ്ടും ലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതാണെങ്കിൽ ഗസീദാബാദ് നെക്സ്റ്റ് സ്റ്റോപ്പ്, അതിനുശേഷം ആനന്ദ് വിഹാർ, 2 സ്റ്റോപ്പേ വരുന്നുള്ളൂ. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ ഒരുപാട് ബസ്സിലാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഭയങ്കര ചൂടും AC ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൽ കയറിയത്. ഇനിയിപ്പോൾ TTക്ക് എത്ര പൈസ കൊടുക്കേണ്ടിയിരുന്ന അറിയില്ല. കാരണം ഓൾറെഡി ഇതിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല, ആരുമില്ല. എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഉള്ളത്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ആ ആൾക്കാർ തന്നെയാണ് ഈ ട്രെയിനിൽ കാണുന്നത്. ഞാനിതാ 500 രൂപ ഫൈനെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത്. അവര് വെറുതെ മേടിക്കുന്നത് TTR എല്ലാം മേടിച്ചിട്ടുള്ളതാ. ഇവര് കണ്ടോ, ഇവരാണുള്ളത്. ടീക്കെ ആട്ടോ. അവരത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ്, അതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. നോക്ക്, അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എത്തുമായിരിക്കും. ഓൾറെഡി ഇത് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടൂലായിരുന്നു. എന്തായാലും എത്തുമായിരിക്കും പെട്ടെന്ന് തന്നെ. എന്നിട്ട് ഞാൻ നേരെ ഡെക്കാത്ലോണിലേക്ക് പോകണം. കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കണം. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എൻ്റെ ടെൻറ്റ് പോലും ഇല്ല. ടെൻറ്റെല്ലാം എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ടെൻറ്റൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയത് ഇന്ത്യയിൽ കറങ്ങാനായിട്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും ഒരു 4 കൺട്രി വിസിറ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ ടെൻറ്റ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ടെൻറ്റ് അടിച്ചൊക്കെയല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെൻറ്റ് മേടിക്കണം. എത്ര ടെൻറ്റാണ് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് മേടിച്ചിട്ട് വെറുതെ പൈസ കളയുന്നത്. ഇവിടെ നോക്ക്, പാസഞ്ചർ ആയിട്ടൊന്നും ആരും ഇല്ല കേട്ടോ. ഹായ് ഹായ് ഹായ്. നാം ക്യാ ഹൈ? ऋतिक बाबू शांतनु. क्या? बबलू. बबलू? अच्छा नाम है. अंकित सिंह. ओके. उमेश यादव. घर किधर है? बिहार. बिहार पूरा? बिहार. ओ बिहार. मैं यूपी से. यूपी से. ओ यूपी से. गन्ना जूस वाला है. बिहारी छे. शुगर केन जूस. शुगर केन ट्री. ठीक है. അപ്പൊ ആരും ഇല്ല കേട്ടോ. വേറെ ഇവിടെ ഇരിക്കാനൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരായിട്ട് ഇവിടെ സംസാരിച്ചെല്ലാം ഇരുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച്, ഞാനപ്പോ പുറത്തേക്ക് പോവാന്നൊന്നും പറഞ്ഞിട്ട് അവര് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇവരെന്റെ അടുത്ത് പറയാണ് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാ, കല്യാണം കഴിക്കും യുപിന്ന്. അപ്പൊ എന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിരുന്നു. क्या? नहीं मैं ऐसा करेगा. ठीक है, धन्यवाद. ഓക്കെ, താങ്ക് യു. ഞാനിതാ ഡൽഹിയിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് എനിക്ക് മെട്രോ എടുത്തിട്ട് ഞാൻ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡെക്കാത്ലോൺ പോകണം, കുറച്ച് നട്ട്സ് ഒക്കെ മേടിക്കണം. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സാധനങ്ങളും ഇല്ല. സാധനങ്ങളുള്ളതൊക്കെ ആവശ്യമില്ലാത്തതുമാണ്. അപ്പൊ എന്തായാലും നോക്കിയോട്ടെ. ബാഗ് ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ. ഞാൻ ഡൽഹിയിലുണ്ടല്ലോ, ഇവിടെ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. കുറെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, ടെന്റും എല്ലാം ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിപ്പോ 2600 രൂപയാണ് വരുന്നത് 2% ടെന്റിന്. ബാക്കിയുള്ളതൊക്കെ ആ ഒരു റേറ്റ് തന്നെയാണ് ഉള്ളത്. അതായത് പിന്നെയൊക്കെ 2% മാറി 3% അങ്ങനെയൊക്കെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. എനിക്കിപ്പോൾ മേടിക്കാണ്ട് വീട്ടിലാണ് ഇരിക്കുന്നത് ടെന്റ്. വീട്ടിൽ നിന്ന് ഇപ്പം എടുക്കാൻ പറ്റൂലല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് വേറെ ഒരെണ്ണം 20 ഡിഗ്രീൻ്റെ മേടിക്കുന്നത്. സാധാരണ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 10 ഡിഗ്രിയുടെ. 10 ഡിഗ്രിയുടെ ഇവിടെ ഉണ്ട്. പക്ഷെ 10 ഡിഗ്രീൻ്റെത് ഭയങ്കര വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വലുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ വീണ്ടും അങ്ങനെ വലുത് ഞാൻ മേടിക്കുന്നില്ല.
ചെറുത് ഒരെണ്ണം ഞാൻ തൽക്കാലം മേടിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അടുത്ത ട്രിപ്പ് തുടങ്ങായതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഞാൻ മേടിക്കുന്നുണ്ട് കേട്ടോ. കുറേ നട്ട്സും മ്യൂസ്ലിയും ഇതൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലെ പോലെ ചീപ്പല്ലല്ലോ. നാട്ടിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കണ പൈസ കൊണ്ട് അവിടെ മിഠായി പോലും കിട്ടൂല. അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഇതാണെങ്കിൽ ടർക്കി ആണെങ്കിൽ പകുതി യൂറോപ്പും പകുതി ഏഷ്യയാണ്. അപ്പോൾ എക്സ്പെൻസ് എന്താ അവസ്ഥ എന്ന് തന്നെ അറിയില്ല. അവിടെ പോയി തന്നെ നോക്കണം. ഞാനിതാ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനും. പെട്ടെന്നായിരുന്നു എല്ലാം. നേരെ എൻ്റെ ഫ്രണ്ട് എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പാക്കി. ഡൽഹിയിൽ തന്നെ ഉള്ളൊരു ഫ്രണ്ടാണ്. അതിന് ശേഷം ഞാൻ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ബോർഡിംഗ് അല്ല ചെക്കിനൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ടായി. നേരെ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ എനിക്ക് മുംബൈയിലേക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. മുംബൈയിൽ ഒരു 2.5 hours കണക്റ്റിംഗ് ഫ്ലൈറ്റ് ലേ ഓവർ ഉണ്ട്. അവിടുന്ന് കണക്റ്റിംഗ് നേരെ ഇസ്താംബുളിലേക്ക് ഡയറക്റ്റ്. അവിടെ നിന്ന് 7 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഏരിയയിൽ മൊത്തം ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് കാണുന്നത്. എൻ്റെ ഫ്ലൈറ്റും ഇൻഡിഗോ ആണ് വരുന്നത്. സോ നല്ല ടയർഡാണ്, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റിൽ നല്ല പോലെ ഉറക്കം വിചാരിച്ചു. ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ചപ്പോൾ രണ്ടിലും എനിക്ക് വിൻഡോ സീറ്റെല്ലാം കിട്ടി. ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആ 1.5 മണിക്കൂർ എന്തുള്ളൂ മുംബൈയിലേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇസ്താംബുളിലേക്ക് എന്തായാലും 7 hours ഉണ്ട്. അപ്പോൾ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നാളെ രാവിലെ 11:30 ഇസ്താംബുൾ ടൈമിൽ ഞാൻ എത്തും. മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിൻഡോ സീറ്റിലാണ് ഉള്ളത്. എൻ്റെ അടുത്തൊന്നും ആരുമില്ല. നോക്ക്, ഇവിടെ ഉണ്ടോ 2 സീറ്റ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പുറം 3 സീറ്റെല്ലാം ഫ്രീ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ 4 സീറ്റ് കാണുന്നത്. സാധാരണ ഇവിടെ 3, നടുവിൽ 3, അപ്പുറയും 3 അതാണ്ടാവുക. ഇത് ഇവിടെ 3, അവിടെ 4 എണ്ണം കണ്ടോ. 1, 2, 3, 4, അതിനപ്പുറം 3 എണ്ണം അത്രയുണ്ട്. ഇവിടെ എല്ലാം ഫ്രീ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് ഫ്രീ ഉണ്ട്. ഇന്ന് തീരെ തിരക്കില്ല. ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫ്ലൈറ്റിൽ. വലിയ ഫ്ലൈറ്റും കുറച്ച് ആൾക്കാരും. ഇതേ സമയത്ത് വേറെ ടർക്കിഷ് എയർലൈന് പോയിട്ടുണ്ട്. തൊട്ടപ്പുറം ബോർഡിങ് നമ്മൾ വിളിക്കുമ്പോൾ തൊട്ടപ്പുറം തന്നെയായിരുന്നു. ഗേറ്റ് നമ്പർ 76ഉം 77ഉം ആയിരുന്നു. അപ്പോൾ അതിൽ ടർക്കിഷ് എയർലൈൻ ഓൾറെഡി എന്നെ അറിയുന്ന ഒരു മലയാളിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോളോവറാണ്. എനിക്ക് മുന്നേ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ. അപ്പോൾ ആളെല്ലാം മാൾട്ടയ്ക്ക് പോകുന്ന ആ ടർക്കിഷ് എയർലൈനിൽ അത് ഇസ്താംബുളിൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ടർക്കിഷ് എയർലൈനിൽ എല്ലാവരും പോയോണ്ടാണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് സുഖമായി, ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇവിടെ എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങണം. അവിടെ എത്തണ വരെ ഭയങ്കര ടയർഡായിട്ടാണ് ഉള്ളത്. ഇത് നോക്ക്, ഫുഡ് എനിക്ക് അവർ തന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡില്ല, നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്ന ഫുഡുള്ളൂ. അപ്പോൾ അവിടെ 1-2 പേരൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രീ ഓർഡർ ചെയ്യാനും പറ്റും, ഇപ്പോഴും ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. പ്രീ ഓർഡർ ആയിരുന്നെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് റൊട്ടി പിന്നെ എന്തോ കറി ഇതൊക്കെയാണ് ഉള്ളത്. അവരെനിക്ക് കോംപ്ലിമെൻ്ററി പോലെ എനിക്ക് തന്നത്. അവർ പറഞ്ഞ എക്സ്ട്രാ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. വേറെ എത്രയോ പേര് ഇവിടെ ഉറങ്ങുന്നുണ്ട് ഒക്കെ ഉണ്ട്. എനിക്ക് മാത്രം എന്താ അവർ തന്നെ. ഇതേപോലെ തന്നെ എനിക്ക് മുന്നേ ഇൻഡിഗോ എയർലൈൻസിൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് എങ്ങോട്ടോ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതുപോലെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു വ്യൂ കണ്ട്. നോക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ സിറ്റി എന്തൊക്കെയോ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ടൗണും ഏറ്റവും മുകളിൽ നിന്നായതുകൊണ്ട് തന്നെ നോക്ക് ഭയങ്കര രസം. ഞാൻ പകുതി ഉറക്കപ്പിച്ചിലാണ് കണ്ണ് തുറന്നിട്ട് ഇതെല്ലാം ഞാൻ കാണുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ചിത്രം വരച്ച പോലെ ഇല്ലേ? നമുക്ക് ഓരോ വരികളും രസമുണ്ട് കേട്ടോ. ശരിക്കും ചിത്രം വരച്ച പോലെ ഉണ്ട്. കാരണം അത്ര ഹൈറ്റ് എന്നല്ല കാണുന്നത്, ലാൻഡ് ചെയ്യാറായിട്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അടുത്തൊക്കെ ഉള്ള ഓരോ വീടുകളും ലൈക്ക് അങ്ങനത്തെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണുന്നത്. ഞാനിതാ ഇസ്താംബുളിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. കിളി പോയിട്ടുള്ളത് ഉറക്കപ്പിച്ചില്ല. അങ്ങനെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെത് ഒന്നും ചോദിച്ചില്ല. ഞാൻ അങ്ങനെ വണ്ടറായിട്ട് നിൽക്കുക. അവരൊന്നും ചോദിച്ചില്ല, വിസ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് കൊടുത്തു, ഒന്ന് നോക്കി ക്യാമറയിൽ നോക്കാൻ പറഞ്ഞു, സ്റ്റാമ്പ് ചെയ്തു. റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചില്ല. ഡമ്മി റിട്ടേൺ ടിക്കറ്റ് എല്ലാം 500 രൂപ കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. വെറുതെ എൻ്റെ 500 രൂപ പോയി. പക്ഷെ അതില്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയാൻ പറ്റില്ല, ഓരോ ആൾക്കാരെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ആവശ്യം വന്നില്ല. പിന്നെ അവർ ഹോട്ടൽ ബുക്കിങ്ങോ ഒന്നും ചോദിച്ചില്ല. പറഞ്ഞാൽ
പാസ്പോർട്ട് കൊടുത്തു, സ്റ്റാമ്പ് ചെയ്തു, ഓക്കെ, തീർന്ന്. അത്രേ ഉള്ളൂ. സോ ഈസി ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. എന്താ പറയുക, എപ്പോഴാണ് സത്യം പറഞ്ഞൊന്ന് സമാധാനമായത്. ഞാൻ രണ്ടാഴ്ച പോലും കേരളത്തിൽ നിന്നില്ല. ആ കുറച്ച് ദിവസമാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും ട്രാവൽ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ടർക്കി എത്തിയപ്പോൾ എന്താ പറയുക, മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ എന്തോ ഒരു പവർ കിട്ടിയൊരു ഫീലിലാണ് ഞാനുള്ളത്. അത് ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. എന്നിട്ടാണ് എനിക്ക് ഇത്രയും ഒരു എനർജി ഇല്ല. ആ ഒരു അഡ്രിനാലിൻ റഷാണ് വർക്ക് ആവുന്നത്. ആ ഒരു സന്തോഷം, എന്താ പറയുക, ഇവിടെ എത്തി, പുതിയ രാജ്യം, എൻ്റെ 54ാമത്തെ രാജ്യം, ഭയങ്കര സന്തോഷം. ഇപ്പോൾ എനിക്ക് സത്യം പറയണേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാപ്പി. ഞാൻ നാട്ടിലേക്ക് പോകണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റായിപ്പോയി. പോകണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1 lakh എല്ലാം മുടക്കിയിട്ട് ഞാൻ പോയത്. അപ്പോൾ അത്രയും പൈസ എല്ലാം മുടക്കി പോയിട്ട് എനിക്ക് പോകണ്ടെന്നായിപ്പോയി. പോകാനുണ്ടായ റീസണൊന്നും എനിക്ക് അത് വേറൊരു റീസണാണ്. അപ്പോൾ അതൊന്നും റെഡി ആയതുമില്ല. കാണാനോ കാര്യങ്ങളോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും പറ്റിയിട്ടുമില്ല. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു റിഗ്രറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് തന്നെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു പേരിന്. പിന്നെ എനിക്കൊരു കൗച്ച് സർഫിംഗ് ഉണ്ട്. കൗച്ച് സർഫിലുള്ളൊരു ആളുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും നടന്ന് ഓൺ ദ വേയിൽ ഞാൻ പ്ലാൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഒന്നാലോചിച്ചൊക്കെ ഒരു രാജ്യത്തേക്ക് വന്നിട്ട് ഇന്ന് എവിടെ സ്റ്റേ ചെയ്യുന്ന പോലും എയർപോർട്ടിൽ എമിഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത്. അതിനൊരു ഫീലുണ്ട്, അതിനൊരു ത്രില്ലുണ്ട്. അല്ലാതെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഒരു ത്രില്ലില്ല. പിന്നെ പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകൾ. ലൈക്ക് ഞാൻ ട്രാവലറാണല്ലോ. ട്രാവലറായിട്ടുള്ള മോസ്റ്റ്ലി എല്ലാവരും മേ ബി 1 ഡേയിൽ എവിടെ താമസിക്കുന്നു മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. ബാക്കി എല്ലാവരും പിന്നീട് ഒരു പ്ലാനും ഇല്ലാണ്ടായിരിക്കും പോകും. അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. എയർപോർട്ടിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ മെട്രോയിൽ കയറിയിട്ട് പോവാണ്. ടക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്ക്വയർ ഉണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. മെട്രോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം തീരുമാനിക്കണം എന്താണ് പ്ലാൻ എന്നുള്ളത്. കാരണം ആദ്യം ക്യാഷ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ മെട്രോയിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും ഇനി നെക്സ്റ്റ് ഇസ്താംബുളിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ മെട്രോ എടുക്കുക. മെട്രോയിൽ പോകുന്നതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഇസ്താംബുളിലേക്ക് എന്തായാലും ഒരുപാട് ആൾക്കാർ വരും. ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ ഞാൻ സിറ്റിയിൽ അധികം ഉണ്ടാവില്ല. അവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ ഞാൻ പോവും. അങ്ങനെ എവിടേക്കാണെന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാലോ, വില്ലേജസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ അവിടെ കണ്ടോ എഴുതി കാണിക്കുന്നുണ്ട്, മോസ്കും മെട്രോയും രണ്ടുമാണ്. ഈ നീല ബോർഡിൽ കണ്ടോ റെഡിൽ എഴുതിയേക്കുന്നത് മെട്രോ അണ്ടർഗ്രൗണ്ട്, അതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് എത്താൻ ഈസിയാണ്. നമ്മൾ ഊബറൊക്കെ വിളിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണെങ്കിൽ ചെറിയ പൈസ വരുള്ളൂ. നമ്മൾ ആദ്യം ഒരു കാർഡ് എടുക്കണം. ആ കാർഡ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, അവിടെ എത്തിയിട്ട് എടുക്കണം. കാർഡ് എടുത്തതിന് ശേഷം നമ്മളത് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്കത് ബസ്സിൽ യൂസ് ചെയ്യാം, മെട്രോയിൽ യൂസ് ചെയ്യാം. എനിക്കിവിടെ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ. ഹേ ശുഭം, ഹായ് ഹായ്, ഹൗ ആർ യു? I'm good, I'm so good. I'm so happy and excited. Yeah. I see it on your face. You are in a leisure trip or a business trip? Both? It's a both. Both. Having Okay. fun and while working. Okay, yeah, That's all you can that's so good. Okay, what are you working then? I'm a CX consultant. Okay. Okay, I that's help good. small businesses to grow. So from here, where are you going? From here, I mean next country. I think Georgia is on the plan, but let's see. Yeah, okay. Georgia, then USA. No, Georgia, then Azerbaijan, then USA. Okay, sorry, Azerbaijan also. That's yep. cool. Yeah, so we met from Delhi, but we talked from Mumbai, right? Yeah, Mumbai. Yeah. While we are boarding, that's flight. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആളെ മാത്രം ഞാൻ സെയിം അവിടെ തൊട്ട് കാണുന്നു, ഒരു ഫ്ലൈറ്റ് കയറുമ്പോൾ കാണുന്നു, തിരിച്ചിറങ്ങുമ്പോൾ കാണുന്നു, അടുത്ത ബോർഡിങ്ങിൻ്റെ ഇടയിൽ കാണുന്നു. അപ്പോൾ ആളങ്ങനെ സംസാരിച്ചു, അങ്ങനെ നമ്മൾ കമ്പനിയായി. അപ്പോൾ നമ്മൾ ആളെ ആക്ച്വലി ടാക്സി എടുത്ത് പോകാൻ നിന്നാണ്. ഞാൻ മോട്ടിവേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ മെട്രോയിലാണ് പോകുന്നത്. കാരണം ആൾക്ക് ഓൾറെഡി എന്താ പറയുക, ഓഫീസിൽ നിന്നുള്ള ട്രിപ്പൊക്കെ ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ട് എന്തായാലും അതിലവർ പേ ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് മെട്രോയിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം ഇതിൽ നമ്മൾ ടാക്സിയിൽ പോകുമ്പോൾ ഒരുപാട് പൈസയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. പക്ഷേ സെറ്റാണ്, ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ പോകുള്ളൂ. ഞാൻ ടാക്സി എടുക്കാറുണ്ട്, അത് അത്ര ചീപ്പാണെങ്കിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ മാത്രം.
പക്ഷെ ഇവിടെ ടാക്സി എന്തായാലും നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഓൾറെഡി നമുക്ക് കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ദിസ് ദ വേ. കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ലഗേജൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവിടെയും എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈസിയാണ്. എനിക്ക് പിന്നെ ബാക്ക് പാക്കിൽ 17 കിലോനുണ്ട്, പിന്നെ 3 കിലോ എൻ്റെ ചെറിയ ബാഗും. അത്രയും വെയിറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വെയിറ്റ് ഉണ്ട് എന്ന്. കാരണം ഇന്നലെ കുറേ kg ഞാൻ അവിടെ മാറ്റി. എൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ടാണ് കേട്ടോ ഇത്രയും kg ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ആൾ കാർഡ് വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്, ഇവിടുത്തെ ഒരു മെട്രോ കാർഡ്. അപ്പോൾ ഞാൻ ആൾക്ക് ഗൂഗിൾ പേയിൽ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈസിയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ പുതിയ കാർഡ് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ എൻ്റെ പുതിയ കാർഡ് സെറ്റായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് ചാർജസ് വരും നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ. എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുക അതിനുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മാസത്തിനുള്ളിൽ ഞാൻ കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ എന്തായാലും തിരിച്ചു പോയിട്ട് പിന്നെ ബാക്കി പുതിയ കാർഡെല്ലാം എടുക്കണം. ലൈക്ക് 04X കാർഡ് എടുക്കണം. 2 ടൈപ്പ് കാർഡ് ഉണ്ട്, അത് എടുക്കണം എന്ന് വിചാരിച്ച്. ലാസ്റ്റ് ടൈം ഞാൻ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് ഒരു സ്ഥലത്ത് മറന്നു വെച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം എടുക്കാമെന്ന്. പക്ഷെ എന്നാലും ഇപ്പോൾ സെറ്റാണ്. കാരണം ഒരു എമർജൻസിക്ക് ഒരു കാർഡെങ്കിലും ഉണ്ട്. അതുപോലെ ഇല്ലാണ്ടാണ് ഞാൻ ഇത്രയും സ്ഥലത്ത് വേറെ എനിക്ക് ഒന്ന് മെയിൽ അത് എക്സ്പയർഡ് ആയതാണ്. മെയ് തൊട്ടിട്ട് ഇത്രയും നാൾ ഞാൻ ട്രാവൽ ചെയ്തില്ലേ, അതൊന്നും ഇല്ലാണ്ട് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സ്ട്രഗിളെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയി എടുത്തിട്ട് ഞാനിതാ പോയിക്കൊണ്ടിരിക്കുന്നു. PTT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർഡ് കണ്ടോ, ഇവിടെ ഇറങ്ങി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ മെഷീൻ കാണാൻ പറ്റും. അപ്പോൾ മെഷീനിൽ നമ്മൾ എൻ്റെ ഫ്രണ്ടാണ് ചെയ്തു തന്നത് എനിക്ക്. അപ്പോൾ ഇങ്ങനെ കാർഡ് ആക്കി. അപ്പോൾ ആൾക്ക് ഞാൻ ക്യാഷ് കൊടുക്കണം. 140 ലിറയാണായത്. ടർക്കിഷ് ലിറ എന്നാണ് ഇവിടുത്തെ കറൻസിൻ്റെ പേര്. അപ്പോൾ 40 ഈ കാർഡ് മേടിക്കാനും പിന്നെ 100 ലിറ നമുക്ക് റീചാർജ് ചെയ്തിങ്ങനെ യൂസ് ചെയ്യും. ഈ കാർഡ് വെച്ച് റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും വേറെയും മെഷീൻസ് ഉണ്ട്. ഇതെന്താ ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടോ, ഇത് വേറെ ഏതോണ് ഇസ്താൻബുൾ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടൈപ്പാണ്. അതും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡിഫറെൻ്റ് ആണ്. കണ്ടോ, ഇത് PTT, ഇത് രണ്ടും എടുക്കാൻ പറ്റും. അതെന്താ ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തായാലും ഇതെടുത്തു. ഇതാണ് ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇസ്താംബുൾ കാർഡ് എന്നും പറഞ്ഞ്. ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാനിപ്പോൾ അതെടുത്തു പോയി അറിയാണ്ട്. അപ്പോൾ ആരെങ്കിലും വരുന്നവർ ഇസ്താംബുൾ കാർഡ് ഇതെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ നോക്കിക്കോട്ടെ ഗൂഗിളിൽ എന്താ ഡിഫറൻസ് എന്ന്. ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇസ്താംബുളിൻ്റെ ഉള്ളിൽ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇസ്താംബുൾ അല്ലാണ്ട് വേറെ സിറ്റീസ് ഉണ്ടല്ലോ, ആ സിറ്റീസിൽ യൂസ് ചെയ്യാൻ. ഞാൻ പിന്നെ ഹിച്ച് ഹൈക്കിങ് തന്നെയാണ് കൂടുതലും. വേറെ സിറ്റീസ് ഒന്നും അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. ഫ്ലൈറ്റ് എടുത്ത് ഇസ്താംബുൾ സിറ്റി പിന്നെ അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ വേറെ സിറ്റീസ് പോയാലും മേ ബി ഹിച്ച് ഹൈക്കിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാർഡ് ഓക്കെയാണ് കേട്ടോ. പക്ഷേ വേറെ സിറ്റീസിലൊക്കെ പോയിട്ട് അവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മറ്റേ ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാർഡ് എടുക്കുന്നതായിരിക്കും ഓക്കെ. എനിക്ക് ഈ കാർഡ് ഓക്കെയാണ്. ഞാനിത് ഇവിടെ ഒരു $150 ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ നമ്മളെ കറൻസി. ടർക്കിഷ് ലിറ എന്നാണ് അതിൻ്റെ പേര്. ഇതെല്ലാം 200ൻ്റെ നോട്ടും ഇത് ഒരെണ്ണം മാത്രം 100ൻ്റെ നോട്ടുമാണ് വരുന്നത്. $150 ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളത്. പിന്നെ എത്ര ദിവസം നിൽക്കും എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഫൈനാൻസ് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരു $150 മാറ്റിയപ്പോൾ 6200 ഇതാണ് ടർക്കിഷ് ലിറയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ടക്സിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ക്വയറും അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളൊരു സ്ഥലം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് എടുത്ത കാർഡ് എയർപോർട്ടിന് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട് ശുഭവും അത് തന്നെ എടുത്ത് രണ്ടുപേർക്കും പണി കിട്ടി. പിന്നെ ഒരുപാട് നമ്മൾ പൈസ അതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 140 ലിറ ആണ് അടച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരു $3.50 ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് വേറെ കാർഡാണ് ഇപ്പോൾ എടുത്തത്. ആ കാർഡാണ് ശരിക്കും യൂസ് ചെയ്യണത്. ആ ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കാണിച്ച ആ കാർഡില്ലേ, ആ കാർഡ് തന്നെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. അതാണ് ഈ കാർഡ് രണ്ടാമത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അത് റീചാർജും ചെയ്തു. അത് ഞാനൊരു മേടിച്ചത് 165 പിന്നെ ഞാൻ എക്സ്ട്രാ റീചാർജ് ചെയ്തു. ടോട്ടൽ ടോപ്പപ്പും ഈ കാർഡിൻ്റെ പ്രൈസും കൂടെ എനിക്കായത്
ഒരു 300 ലിറയാണ്, ടർക്കിഷ് ലിറ. മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങി ഇതാണ് ടക്സിം സ്ക്വയർ. ഓക്കെ, ഇതേ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഒരു ഷവർമ ഇങ്ങനെ കണ്ടപ്പോൾ എന്താ സന്തോഷം എന്നറിയാം. ഇത് ബീഫ് ഷവർമയാണെന്ന് തോന്നുന്നുണ്ട്, അത് ചിക്കൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്ക് എത്ര വലുതാണ്. ഈ ഒരു മെയിൻ സ്ക്വയറിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര രസം അതിന്റെ സ്മെല്ലും. കാരണം ഷവർമ മെയിൻ എന്താ പറയാ നമ്മളെ ടർക്കിയാണ്. പിന്നെ ഫുഡെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയാ ഫുഡി ആയിട്ടുള്ളവർക്കെല്ലാം പറ്റിയ സ്ഥലമാണ് ടർക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടർക്കിയിൽ വന്നെത്തിയിട്ടുള്ളത്. ഫുള്ള് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുറേ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് കുറേ ഫുഡെല്ലാം ഉണ്ട്. അതെല്ലാം കഴിച്ച് ട്രൈ ആക്കണം. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ എ ഫുഡി ജസ്റ്റ് ഗോ ടു ടർക്കി. എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ടേസ്റ്റ് ബഡ് ഓരോ ആൾക്കാർ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. എന്തായാലും എൻ്റെ നാവിലൊക്കെ ഇങ്ങനെ സലൈവ വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടില്ല, എനിക്ക് ഫ്ലൈറ്റിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് എയറോസ്റ്റസ് എല്ലാം എനിക്ക് ഫുഡെല്ലാം തന്നിട്ടുണ്ടായി. അത് കോംപ്ലിമെൻ്ററി അല്ല കേട്ടോ. എൻ്റെ കൂടെയുള്ള ശുഭം ആളെല്ലാം ഇല്ലേ പെയ്ഡായിട്ടാണ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഇല്ല. അപ്പം അല്ലാണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ തന്നതാണ്. ഞാൻ ഫുഡ് എന്താ കഴിക്കേണ്ടത് ഞാൻ ആൾക്ക്. ആള് വെജിറ്റേറിയൻ ആണ്, അപ്പോൾ ആൾക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻ നോക്കണം. ഫസ്റ്റ് തന്നെ ഒരു ബീഫ് ഷവർമയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്, ടർക്കി ഷവർമ. സ്പൈസി കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബീഫ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം വരുന്നത്. ശരിക്കും മീറ്റിൻ്റെ ആ ഫ്ലേവർ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. വാവ്, അടിപൊളി. അവിടുന്ന് ഷവർമയൊക്കെ കഴിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. നല്ല രസമാണ് ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നെല്ലാം കാണാൻ. ശരിക്കും യൂറോപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇത് ടർക്കി എന്ന് പറയുന്ന രാജ്യം യൂറോപ്പ് പകുതി ഏഷ്യ പകുതി അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഷവർമയ്ക്ക് ഒരു റേറ്റ് ആയത്, ഒരു ഷവർമ ഒരു ബീഫ് ഷവർമയ്ക്ക് ആയത് 260 260 എന്താ പറയുക ടർക്കിഷ് ലിറയാണ് ആയത്. അപ്പോൾ 553 രൂപ, ഇന്ത്യൻ റുപ്പി 553. അത് ഈ ഒരു ഏരിയയിലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റേറ്റൊക്കെ കുറവുണ്ടാവും. അത്രക്ക് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ല എനിക്ക് ടർക്കി, അറിയില്ല. എന്തായാലും ഓൺ ദ വേ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാം. നേരെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത റൂമാണ്. അപ്പോൾ ആളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ വെറുതെ ഇവിടെ റൂം ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നാളെ പിന്നെ എന്താ പ്ലാൻ എന്ന് എനിക്കറിയില്ല. നാളെ വേറെ സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യായിരിക്കും, ടൗണിൽ നിന്നൊക്കെ. ഇതൊക്കെ പ്രോപ്പർ ഒരു ടക്സിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ഞാൻ കൗച്ച് സർഫർ ഉണ്ട്, ആളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു റൂം കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ ഇവിടുന്ന് ഇറങ്ങണം. അപ്പം ഞാൻ ജസ്റ്റ് റൂമിലെത്തിയിട്ടുള്ളൂ, ഒന്ന് പോയി കുളിക്കണം. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ടർക്കിയിലെ വില്ലേജസും മൗണ്ടൈൻ വില്ലേജസും അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ടർക്കി മാത്രമല്ല, ജോർജിയയും അസർബൈജാനും അർമേനിയയും എല്ലാം വില്ലേജസ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പ്ലാൻ ഒന്നുമില്ല, എന്തായാലും വില്ലേജസ് മെയിനായിട്ട് കാണണം എന്നുള്ളത് മാത്രമാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇടുന്ന വീഡിയോസൊക്കെ എന്തായാലും കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.